ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാൻ കാർഡിനെ കുറിച്ചാണ്. 18 വയസ്സ് കഴിഞ്ഞാൽ മറ്റു ലൈസൻസ് അതുപോലെ തന്നെ പാസ്പോർട്ടൊക്കെ എടുക്കുന്ന പോലെ പാൻ കാർഡും എടുത്തു വെക്കാറുണ്ട്. ഇതെന്തിനാണെന്നുള്ളത് പല ആളുകൾക്കും അറിയില്ല. പാൻ കാർഡ് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഏതെല്ലാം സോഴ്സിൽ നിന്ന് ഇൻകം വരുന്നുണ്ട് എന്നുള്ളത് ഗവൺമെൻറ്റിന് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പാൻ കാർഡ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പാൻ കാർഡ് നിർബന്ധമാണ്. അതുപോലെ തന്നെ നിങ്ങളൊരു ബാങ്കിൽ ഒരു 50,000 മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് പാൻ കാർഡ് നിർബന്ധമാണ്. അതുപോലെ തന്നെ നിങ്ങളൊരു എംപ്ലോയി ആണെങ്കിൽ ഒരു നിശ്ചിത എമൗണ്ടിന് മുകളിൽ സാലറി കിട്ടുന്നുണ്ടെങ്കിൽ എംപ്ലോയർ നിങ്ങളോട് പറയും നിങ്ങൾ നിർബന്ധമായിട്ടും പാൻ കാർഡ് എടുത്തിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്നുള്ളത് ഗവൺമെൻറ്റിന് മനസ്സിലാക്കാനാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രധാനമായിട്ട് 5 ഹെഡിലാണ് ഇൻകം വരുന്നത്. ഒന്ന് സാലറി, ഒന്ന് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് വരുന്ന ഇൻകം, അത് ഓപ്ഷനിൽ നിന്ന് വരുന്ന ഇൻകം, ക്യാപിറ്റൽ ഗെയിൻ നിങ്ങളൊരു സ്ഥലം വെക്കുകയോ അതല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് നടത്തുന്ന സമയത്ത് വരുന്ന ഇൻകം, ഇൻട്രസ്റ്റ് ഇൻകം. ഈ ഒരു 5 ഹെഡിലാണ് പ്രധാനമായിട്ട് ഇൻകം വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഗവൺമെൻറ്റിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് എത്ര എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഈ പാൻ കാർഡിൽ ലെറ്റേഴ്സും നമ്പേഴ്സും ചേർന്നിട്ടുള്ള 10 ക്യാരക്ടറാണ്. ആദ്യത്തെ 3 ലെറ്റർ റാൻഡം ലെറ്റേഴ്സ്, 4ാമത്തെ ലെറ്റർ പാൻ കാർഡ് ഹോൾഡറുടെ ഐഡന്റിറ്റിയെ സൂചിപ്പിക്കുന്നു. അതായത് ഫേം ആണെങ്കിൽ F, ഇൻഡിവിജ്വൽ ആണെങ്കിൽ P എന്നിങ്ങനെയല്ല. 5ാമത്തെ ലെറ്റർ പാൻ കാർഡ് ഹോൾഡറുടെ ലാസ്റ്റ് നെയിമിന്റെ ആദ്യത്തെ അക്ഷരമായിരിക്കും. പിന്നീട് റാൻഡം 4 നമ്പേഴ്സ് ആൻഡ് ആൽഫബറ്റിക്. പാൻ കാർഡ് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? പുതിയ പാൻ കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഒരാൾക്ക് ഒരു പാൻ നമ്പർ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് NSKL സൈറ്റ് വഴി ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷിക്കാം. ആപ്ലിക്കേഷനാണ് ഇല്ല, നിങ്ങൾക്കൊരു അക്ഷയ സെൻറ്ററിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ളൊരു ബിസിനസ് കൺസൾട്ടിങ് സെൻറ്ററിലോ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ വളരെ പെട്ടെന്ന് തന്നെ ഒരു പാൻ കാർഡ് എടുത്ത് തരും. അപ്പോൾ അതിന് വേണ്ടത് നിങ്ങളുടെ 2 ഫോട്ടോ വേണം, നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി വേണം, പിന്നെ നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങളൊന്ന് ഒരു പേപ്പറിൽ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആഴ്ചക്കകം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാൻ കാർഡ് എടുക്കാൻ പറ്റും. ഈ പാൻ കാർഡ് എടുക്കുന്നത് നമുക്ക് 2 രീതിയിൽ എടുക്കാം. അപ്പോൾ പാൻ കാർഡ് എന്താണെന്നുള്ളതും അതെന്തിനാണെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ നമ്പർ ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം.